ശബരിമലയിലേക്ക് കാൽനടയായി പുറപ്പെട്ട് മൊകേരി കൂരാറയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ. ഗുരുസ്വാമി ഇ.വി. അശോകന്റെ നേതൃത്വത്തിൽ ഒരു കന്നിസ്വാമി ഉൾപ്പെടെ 5 പേരാണ് കെട്ടുനിറച്ച് യാത്ര പുറപ്പെട്ടത്. അശോകൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ഇത് തുടർച്ചയായ 3-ാം വർഷമാണ് ശബരിമല സന്നിധിയിലേക്ക് കാൽനടയായി പോകുന്നത്. നമ്മുടെ യാത്ര ശബരിമലയ്ക്ക് സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മോക്ഷം തരണേ അയ്യപ്പോ, മോക്ഷം കിട്ടും, മോക്ഷം തരണേ അയ്യപ്പോ, മോഹിനി സുതനെ അയ്യപ്പോ, മോഹന രൂപ അയ്യപ്പോ, സത്യസ്വരൂപ അയ്യപ്പോ. അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, ഭഗവതിയെ, ഭഗവതിയെ, ശബരിമലയ്ക്ക്, ശബരിമലയ്ക്ക്, ഭഗവതി ശരണം, ദേവി ശരണം, ദേവൻ ശരണം, അയ്യപ്പോ, സ്വാമിയേ. ശനിയാഴ്ച കൂരാറ പോതിയുള്ളതിൽ ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് സംഘം ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. ഒരു കന്നിസ്വാമി ഉൾപ്പെടെ 5 പേരാണ് സംഘത്തിലുള്ളത്. ഇതിൽ ഗുരുസ്വാമി അടക്കം 2 പേർ തുടർച്ചയായ 3-ാം വർഷമാണ് കാൽനടയായി ശബരിമലയിലേക്ക് പോകുന്നത്. ഒരാൾ 2-ാം തവണയും മറ്റൊരാൾ ആദ്യമായുമാണ് ഇത്തരത്തിൽ മലയ്ക്ക് പോകുന്നത്. 3-ാമത്തെ വർഷമാണ് കാൽനടയായിട്ട് പുറപ്പെടുന്നത്. ഇത് കന്നിക്കാരുണ്ട്, കന്നിസ്വാമി, മറ്റ് 2 പേരും 2-ാമത്തെ പ്രാവശ്യമാണ് പുറപ്പെടുന്നത്. നമ്മൾ 12 ദിവസം കൊണ്ട് അവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാൽനടയായിട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വടകരയാണ് ഓട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ അമ്പലങ്ങളാണ്, ഭക്ഷണം എല്ലാം അമ്പലങ്ങളിൽ. നമ്മളെ കൂടെ ഒരു നായി കൂടിയിട്ട് വന്നിന്. അപ്പോൾ നമ്മൾ ആക്രമിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒച്ചത്തിൽ ശരണം വിളിച്ചു. ആ ശരണം വിളിച്ചപ്പോൾ നായി പെട്ടെന്ന് പിന്നോട്ടേക്ക് പോവുകയില്ല. പിന്നെ നോക്കുമ്പോൾ വെച്ചാൽ 2 കൈ ഇങ്ങനെ വെച്ചു. എല്ലാം നമുക്ക് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതങ്ങനെ വന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ പോകാനുള്ള. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാൽനടയിൽ കുപ്പികൃഷ്ണം വരെ തറച്ചിട്ടും ഇപ്രാവശ്യം പോകാൻ തോന്നി. ഇനി നമ്മൾ വരൂലെന്ന് തന്നെ പറഞ്ഞതാണ്. റോഡിൻ്റെ പണിയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം തന്നെ വിളിച്ചത് പോലെയാണ് തോന്നി. ക്ഷേത്രങ്ങളിൽ വിശ്രമിച്ചും അവിടെ നിന്നും ഭക്ഷണം കഴിച്ചുമായിരിക്കും ഇവരുടെ യാത്ര. 12 ദിവസം കൊണ്ട് ശബരിമല സന്നിധിയിലെത്തുന്ന തരത്തിലായിരിക്കും യാത്ര. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്.